प्रपदाचारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ്. ഇപ്പോൾ നമ്മൾ 12ാമത്തെ അധ്യായം ഭക്തിയോഗമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 12ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള തരത്തിലുള്ള ആരാധന ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാനെ നേരിട്ട് വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്നതാണോ, അവ്യക്ത ബ്രഹ്മമായിട്ട് ഭഗവാനെ ആരാധിക്കുന്നതാണ്, ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഭഗവാൻ മറുപടി നൽകിയത്? ഓർമ്മയുണ്ടോ? ആരാ പറയുന്നത്? ഏത് തരത്തിലുള്ള ആരാധനയാണ് കൂടുതൽ ഉത്തമമായിട്ട്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? വിഗ്രഹാരാധനയാണോ? അല്ല, സേവനം ചെയ്യുക, ഭഗവത് സേവനം ചെയ്യുക. വ്യക്തിരൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതാണോ, ഭഗവാനെ നേരിട്ട് ആരാധിക്കുന്നതാണോ ശ്രേഷ്ഠമായിട്ടുള്ളത്? വ്യക്തിരൂപത്തിലാണ് പ്രഭു, വ്യക്തിരൂപത്തില്. ഹരേ കൃഷ്ണ. നേരിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നേരിട്ട് ഭഗവാനെ വിഗ്രഹ രൂപത്തെ മനസ്സുറപ്പിച്ച് ആരാധിക്കുന്നത്. ഭഗവാന്റെ രൂപത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മയ്യേവ മന ആധത്സ മൈ ബുദ്ധിം നിവേശയ. ഭഗവാന്റെ രൂപത്തിൽ തന്നെ മനസ്സുറപ്പിക്കാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസതേ. അല്ലെ, അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി അവ്യക്തിഗത ബ്രഹ്മത്തിനെ ആരാധിക്കുന്നവരുടെ ഗതി എന്താണ്? അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അവർക്ക് എന്ത് സംഭവിക്കും? ഹരേ കൃഷ്ണ. അവർ ബ്രഹ്മ സായുജ്യം ആവും. പിന്നെ ജനിച്ചിട്ട് ഈ വേറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ. ഹരേ കൃഷ്ണ. അത് ചെയ്യും. അവർക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുമോ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. അവര് ബ്രഹ്മത്തിൽ ലയിക്കത്തുള്ളൂ. അയ്യോ, എന്നിൽ തന്നെ മനസ്സുറപ്പിക്കാനാണ്. ശൂന്യവുമായ ഭാവത്തിൽ ആസക്തമാരായവർക്ക് പുരോഗതിക്ക് പ്രയാസവുമേറും എന്നാണ് 5ാം ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രഭുജി, 5ാമത്തെ ശ്ലോകത്തില് മനസ്സിലായില്ലേ? പ്രയാസമേറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സദാ ദുഷ്കരമാണ്. പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ദുഷ്കരമാണ്. പക്ഷെ അവർ ഒരുപാട് ജന്മത്തിന് ശേഷം ഭഗവാനെ പ്രാപിക്കും. അല്ലെ, അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ജന്മത്തിന് ശേഷം ഒടുവിൽ അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അവരും വഴിപിഴച്ചു പോകുന്നില്ല. കാരണം അവരും പരമസത്യത്തിനെ അന്വേഷിക്കുന്നവരാണ്. പരമസത്യത്തിനെ അന്വേഷിക്കുന്നവരാരും നശിച്ചു പോകുന്നില്ല. പക്ഷെ ഭഗവാൻ ഈ ഒരു മാർഗം നിർദ്ദേശിക്കുന്നില്ല. കാരണം എന്താണ്? അത് വളരെ ബുദ്ധിമുട്ടാണ്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാർഗം, ഭഗവാന് രൂപമില്ല എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന ആ മാർഗം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ അത് നിർദ്ദേശിക്കുന്നില്ല എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്.
ഓക്കെ, പക്ഷെ അവര് ഭഗവാനിലേക്ക് എത്തുകയില്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അവരും ഭഗവാനിലേക്ക് എത്തും അല്ലെ. ഒരുപാട് ജന്മങ്ങൾ കാണുന്ന ശേഷം ബഹൂനാം ജന്മനാം വന്ദേ ജ്ഞാനവാൻ മാ പ്രപത്തെ. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവര് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ്, അവസാനമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അവരും ഭഗവാനിലേക്ക് എത്തും അല്ലെ. എത്തുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അവരും എത്തിച്ചേരും എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തിയുത സേവനം തന്നെ വ്യത്യസ്ത നിലവാരത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അതിന്റെ താഴെ തട്ടിലുള്ള ഭക്തി നിലവാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭക്തിയുത സേവനം എല്ലാം ഭക്തിയുത സേവനം തന്നെയാണ്. അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരത്തിലുള്ള ഭക്തി എന്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ഭഗവാനിൽ നാമം ഹരകൃഷ്ണ മന്ത്രം ജപിച്ച് ഭഗവാന്റെ നാമം ജപിക്കുന്ന പ്രചരിപ്പിക്കുക. ഭഗവാൻ പറഞ്ഞു, മയ്യേവ മന ആധത്സ മൈ ബുദ്ധിം നിവേശയ. മനസ്സും ബുദ്ധിയും എപ്പോഴും ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഭഗവാൻ, ഭക്തൻ ജീവിക്കുന്ന ഭൗതിക തലത്തിലല്ല, കൃഷ്ണനിലാണ്. ഏത് ശ്ലോകം എടുക്കുന്ന ഗുരുജി, മലമാതാജി? ഹരേകൃഷ്ണ, ഇന്ന് 11 11. ഹരേ കൃഷ്ണ. നെറ്റ് ഇഷ്യൂ തോന്നുന്നു പ്രഭുജി ഇല്ലേ? ഞാൻ നെറ്റ് ഇഷ്യൂ തോന്നുന്നു, വന്നിട്ടില്ല ഗുരുജി, വന്നിട്ടില്ല. കേൾക്കാമോ? ഹരേ കൃഷ്ണ. കേൾക്കാം. കേൾക്കുന്നു. അപ്പോൾ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ച് പ്രേമപൂർവ്വം ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും യാതൊരു നിർബന്ധവും കൂടാതെ നിയമപ്രകാരമല്ലാതെ സദാസമയം ഭഗവാനെ സ്മരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്? എല്ലാ സമയവും സ്വാഭാവികമായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറ്റു വിഷയങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം വളർത്തുക എന്നാണ്. നിയമങ്ങൾ നമുക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭക്തിയോഗം ചെയ്യുക, നിഷ്ഠകൾ അനുസരിക്കുക അല്ലെ. ഇത്ര മാല ഞാൻ ജപിക്കും, രാവിലെ ഇത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കും, ഭഗവാന്റെ പൂജയൊക്കെ ചെയ്യും, ഭഗവാനെ നിവേദിച്ചത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിയമപ്രകാരം ഭക്തി സേവനം ചെയ്യുക. അങ്ങനെ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുന്ന സമയത്ത്, അഭ്യസിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറാം. എളുപ്പത്തിൽ നമുക്ക് ഭക്തി ചെയ്യാൻ പിന്നീട് സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. യെസ്. ഇനി അതും പറ്റാത്തവർക്ക് എന്താണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്? ഭക്തിയോഗത്തിലെ നിയമങ്ങളൊന്നും അനുസരിക്കാൻ സാധിക്കുന്നില്ല, നാമം ജപിക്കാനൊന്നും സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്? കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ മറ്റും കേൾക്കുക. പ്രഭുജി, ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്, നമ്മുടെ ഊഹമല്ല ചോദിച്ചത്. എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? അടുത്ത ശ്ലോകം.
കൃഷ്ണാവബോധ പ്രവർത്തനത്തെ സഹായിക്കുക. ഭഗവാന്റെ ഭക്തിയിലേക്ക് ക്ഷേത്രങ്ങൾ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ നമ്മൾ സേവ ചെയ്യുക, ഭഗവാന്റെ പൂജകൾക്കായിട്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരിക, അതിനെ അത് സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റ് വഴിയിൽ നിന്ന് കിട്ടുന്ന വേതനങ്ങൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന അതും ഭക്തി മാർഗമാണെന്നാണ്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ശിവരാമൻ പ്രഭു പറഞ്ഞത് കറക്റ്റാണ്. ഭഗവാന് വേണ്ടിയുള്ള സേവന കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഭഗവാന് വേണ്ടിയുള്ള സേവന കർമ്മങ്ങൾ സദാസമയം നമുക്ക് ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഭക്തിനിഷ്ഠയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സത്സംഗങ്ങളിലൊക്കെ പോയി നമ്മൾ സേവനം ചെയ്യുക. ഒരുപാട് സേവനങ്ങൾ നമ്മൾ സത്സംഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും അല്ലെ. അവിടെ ഭക്തന്മാരൊക്കെ ചേർന്നിട്ടുണ്ട്. ഭക്തന്മാരെ പല രീതിയിലും സഹായിക്കാൻ സാധിക്കും. അവർക്ക് പ്രസാദം എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുക, അല്ലെങ്കിൽ ക്ഷേത്രം തുടച്ച് വൃത്തിയാക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾക്ക് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്രമേണ നമ്മൾക്ക് ശുദ്ധീകരണം ഉണ്ടാവും. അങ്ങനെ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ നാമജപത്തിലൊക്കെ നമ്മൾക്ക് ഏർപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അതും സാധിക്കാത്തവർക്ക് വേണ്ടി ഭഗവാൻ എന്താണ് പറയുന്നത്? 33 പേരുണ്ട് ഇങ്ങനെ കാണിക്കും. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് 11ാമത്തെ ശ്ലോകത്തില്. ആ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാനും ആരും സമ്മതിക്കുന്നില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അതേതത് അപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തതക്കുരു യഥാത്മവാൻ. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. 11ാമത്തെ ശ്ലോകവും വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. അതൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തഥാ കുരു യഥാത്മവാൻ. വിവർത്തനം. എന്നെക്കുറിച്ചുള്ള ഈ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മ ഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. ഭാവാർത്ഥം. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളോട് അനുഭാവം കാണിക്കാൻ സാമൂഹികമോ ഗാർഹികമോ മതപരമോ ആയ കാരണങ്ങളോ മറ്റു തടസ്സങ്ങളോ കാരണം ഒരാൾക്ക് സാധിക്കാതെ വന്നേക്കാം. നേരിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ബന്ധുക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം. അങ്ങനെ പല വിഘ്നങ്ങളും നേരിട്ടാം. ഈ വക വിഷമഘട്ടങ്ങളിൽ ഒരാൾ ചെയ്യേണ്ടത് തൻ്റെ പ്രവൃത്തികളുടെ സകല ഫലങ്ങളെയും എന്തെങ്കിലും നല്ല കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുക എന്നതാണ്. ആ വിധം പ്രക്രിയകളെ പറ്റി വൈദിക നിയമഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പൂർവകർമ്മ ഫലങ്ങൾക്ക് അനുയോജ്യങ്ങളായ യജ്ഞങ്ങളെയും പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങളും അതിലുണ്ട്. ഇങ്ങനെ ക്രമേണ മനുഷ്യൻ ജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് വരുന്നു. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലാത്തവർ ഏതെങ്കിലും ഒരു ആസ്പത്രിക്കോ സാമൂഹിക സ്ഥാപനത്തിനോ ഉദാരമായി ദാനം ചെയ്യുന്നത് കാണാറുണ്ട്. ഇതും തന്റെ പരിശ്രമ ഫലത്യാഗം തന്നെയാണ്. അങ്ങനെ സ്വകർമ്മ ഫലങ്ങളെ ത്യജിച്ച് ശീലിക്കുന്നവർക്ക് ക്രമേണ മനഃശുദ്ധി ഉണ്ടാവുകയും ആ നിലയിൽ കൃഷ്ണാബോധം ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് അതും ഇവിടെ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണാബോധത്തിന് മനഃശുദ്ധീകരണ ശക്തി സ്വയമായുള്ളത് കൊണ്ട് അതിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. കൃഷ്ണാബോധത്തെ സ്വീകരിക്കാൻ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ സ്വന്തം കർമ്മഫലങ്ങളെ ത്യജിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. സാമൂഹിക സേവനമോ സമുദായ സേവനമോ രാജ്യസേവനമോ രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗമോ ചെയ്യുന്നത് കൊണ്ട് ഒരു കാലത്ത് ശുദ്ധഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടാവുന്ന നിലയിലേക്ക് വരാം. അതുകൊണ്ട് ഈ വിധ പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട്. യഥപ്രവൃത്തി ഭൂതാനാം എന്ന് ഭഗവത്ഗീത 18:46 സ്ഥാപിച്ചിട്ടുണ്ട്. പരമലക്ഷ്യത്തെ മുൻനിർത്തി ത്യാഗത്തിന് സന്നദ്ധനാകുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ആ പരമലക്ഷ്യം കൃഷ്ണനാണെന്ന് അറിയില്ലായിരിക്കാം. എങ്കിലും ത്യാഗത്തിന്റെ ഫലമായി അയാൾക്ക് ആ അറിവ് ക്രമേണ സിദ്ധിച്ചുകൊള്ളും. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ത്യാഗം പരിശീലിക്കാനാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്താണ്? നേരിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആദ്യ ഘട്ടങ്ങളിൽ ഭഗവാൻ പറഞ്ഞത്. പ്രേമപൂർവം ഭഗവാനെ നിരന്തരം സ്മരിക്കുക, ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ മാത്രം ചെയ്യുക. അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി. അത് ചെയ്യാൻ സാധിക്കാത്തവർ സാധനാ ഭക്തി, നിയമപ്രകാരം ഭഗവാന്റെ നാമം ജപിക്കുക, അതേപോലെ ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന് പൂജ ചെയ്യുക, ഭഗവാന് വേണ്ടി പ്രസാദം നിവേദിക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, അങ്ങനെയുള്ള നിയമപ്രകാരമുള്ള ഭക്തി സേവനങ്ങളിലൊക്കെ ഏർപ്പെടുക. അതിനും പറ്റാത്തവർ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്ത് ഭഗവാന്റെ ഭക്തന്മാരെ സഹായിക്കുക, സേവനങ്ങളിലൊക്കെ ഏർപ്പെടുക. ഇനി അതും സാധിക്കാത്തവർ കർമ്മഫലത്യാഗം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കുക. ഇത് തീരെ ഭക്തി സേവനം ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഒരു സാഹചര്യത്തിലും ഭഗവാന്റെ സേവനം ചെയ്യാൻ നിവൃത്തിയില്ല, നിർവാഹമില്ലാത്ത ഘട്ടത്തിലാണ് ഈ ഒരു കാര്യം ഭഗവാൻ പറയുന്നത്. ഏതെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യുക. അങ്ങനെ കാലക്രമേണ ഒരുപാട് ജന്മത്തിലെ പുണ്യപ്രവൃത്തി കൊണ്ടാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടായി ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികളും ചെയ്യുന്നതും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാൻ ആരെയും ഒറ്റയടിക്ക് തള്ളിക്കളയുന്നില്ല, അല്ലെ? എന്റെ ഭക്തിയിലേക്ക് വരാൻ സാധിക്കാത്തവരെ ഒക്കെ ഒഴിവാക്കുക എന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ പറയുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യും. എങ്ങനെയെങ്കിലും ക്രമേണ വരും. നേരിട്ട് വരാൻ പറ്റാത്തവര് കുറച്ച് ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സമയമെടുത്തിട്ട് വരാനുള്ള സാവകാശം ആര് കൊടുക്കുന്നുണ്ട്? ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഭഗവാന്റെ ഒരു കാരുണ്യം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭഗവാനാണ് എല്ലാവരുടെയും പിതാവ്. ഒരു മക്കളെയും ഭഗവാൻ വെറുക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറയുന്നത്. ആ ജീവജാലങ്ങളുടെയും പിതാവ് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാന്റെ ഭക്തിയോഗത്തിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്ത മാർഗങ്ങൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ വ്യാസദേവന്റെ രൂപത്തിൽ അവതരിച്ച് വ്യത്യസ്ത ശാസ്ത്രങ്ങൾ, മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടാക്കണം, പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ എന്ന് പൂന്താനം പറയുന്നു. മനുജാതിയിൽ പലതരത്തിലുള്ള നിലവാരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പലതരം ശാസ്ത്രങ്ങൾ ഭഗവാൻ രചിച്ചിട്ടുള്ളത്. വ്യത്യസ്ത നിലവാരത്തിലുള്ള പുരാണങ്ങൾ, എല്ലാ പുരാണങ്ങളും ഒരേ നിലവാരത്തിലുള്ളതല്ല, അല്ലെ? 18 പുരാണവും 3 ഗുണത്തിലുള്ളതാണ്. ഓരോ ഗുണത്തിലുള്ളതാണ്. സത്വഗുണത്തിലുള്ളത്, രജഗുണത്തിലുള്ളത്, തമോ ഗുണത്തിലുള്ളത്, ഇങ്ങനെ 3 നിലവാരത്തിലുള്ള പുരാണങ്ങളുണ്ട്. അപ്പൊ എല്ലാവരെയും ക്രമേണ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്ത ശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ഭഗവാൻ വ്യത്യസ്ത നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നത്. അവസാനം ഭഗവാൻ എന്താണ് പറഞ്ഞത്? കർമ്മഫലത്തെ ത്യജിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക. നമ്മൾക്ക് കിട്ടുന്ന ആ കർമ്മഫലം കൊണ്ട് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക. അപ്പോൾ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടാവും. കർമ്മഫലത്തിൽ തന്നെ ആസക്തരായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. അവർ കർമ്മഫലത്തിലേക്ക് അവർ വിശ്വസിക്കുന്നുണ്ടാവും. അതിനു പകരം അതിനെ ത്യജിച്ച് ഭഗവാന്റെ കാരുണ്യത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതാണ് ഭഗവാന്റെ അടുത്ത നിർദ്ദേശം. ഇനി അതും പറ്റാത്തവരോട് ഭഗവാൻ പറയുന്നുണ്ട്, ത്രയോഹി ജ്ഞാനമഭ്യാസ ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗം ത്യാഗാത് ശാന്തി അനന്തരം. ഈ കർമ്മഫലത്യാഗത്തിന്റെ മാർഗത്തിലൂടെ വരുന്നവർ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് വരാത്തവർ എന്ത് ചെയ്യും? കർമ്മഫലത്യാഗത്തിലൂടെ പുണ്യമാർഗത്തിലൂടെ വരും. ആ പുണ്യമാർഗത്തിലൂടെ വരുന്നവർക്ക് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 12ാമത്തെ ശ്ലോകത്തിൽ ശ്രേയോഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗം ത്യാഗാത് ശാന്തി അനന്തരം.
വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. വായിക്കണോ ഗുരുജി? ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ മാതാജി. ശ്രേയോഹി ജ്ഞാനം വിശിഷ്യത്തെ ജ്ഞാനാത് കർമ്മഫലത്യാഗ ത്യാഗശാന്തിരനന്തരം. നിനക്കിത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനത്തിനെ ശ്രമിക്കുക. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം. ആ ധ്യാനത്തെക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. ഭാവാർത്ഥം: മുമ്പ് പറഞ്ഞതുപോലെ ഭക്തിപൂർവമായ സേവനം രണ്ടു വിധത്തിലുണ്ട്. നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള സേവനവും ദിവ്യോത്തമ പുരുഷനിൽ സമ്പൂർണ്ണ പ്രേമാസക്തിയോടെയുള്ള സേവനവും. കൃഷ്ണാവബോധത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങാനാവാത്തവർ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്താൽ തന്റെ സ്വരൂപം എന്തെന്നറിയാൻ അയാൾക്ക് കഴിയും. ക്രമേണ ജ്ഞാനം ധ്യാനത്തിലേക്ക് വഴിതെളിക്കും. ധ്യാനത്തിൽ ക്രമേണ ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. താൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയകളുമുണ്ട്. അത്തരം വഴികളാണ് ഭക്തിപരിതമായ സേവനത്തിൽ ഏർപ്പെടാത്തവർക്ക് കൂടുതൽ നല്ലത്. ഇങ്ങനെ ധ്യാനിക്കാനും കഴിവില്ലെങ്കിൽ ഭേദവിധി അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർക്ക് വെവ്വേറെ വിധിക്കപ്പെട്ടതും ഭഗവത്ഗീതയുടെ അന്ത്യാധ്യായത്തിൽ പറയുന്നവയുമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഏത് വിധമായാലും കർമ്മഫലങ്ങളെ ത്യജിക്കുന്നത് അത്യാവശ്യമാണ്. കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കണമെന്നർത്ഥം. ചുരുക്കത്തിൽ സംസ്കൃഷ്ട ലക്ഷ്യമായ പരമദിവ്യോത്ത പുരുഷനെ പ്രാപിക്കാൻ രണ്ട് പ്രക്രിയയാണ് ഉള്ളത്. ക്രമികമായ വളർച്ച കൊണ്ടുള്ളതാണ് ഒരു മാർഗം. മറ്റേ മാർഗം നേരിട്ടുള്ളതും. കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തി സേവനമത്രേ നേരിട്ടുള്ള മാർഗം. കർമ്മഫലത്യാഗം ഉൾക്കൊള്ളുന്നതാണ് മറ്റേത്. കർമ്മഫലത്യാഗം ജ്ഞാനത്തിലേക്കും പിന്നീട് ധ്യാനത്തിലേക്കും പരമാത്മജ്ഞാനത്തിലേക്കും അവസാനം ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തിക്കും. നയിക്കുന്നു. പടിപടിയായി നീങ്ങുന്ന ഈ വഴിയോ പെട്ടെന്ന് എത്തിക്കുന്ന നേരിട്ടുള്ള വഴിയോ സ്വീകരിക്കാം. നേരിട്ടുള്ള മാർഗം എല്ലാവർക്കും സ്വീകരിക്കാൻ ആവില്ല. അങ്ങനെയുള്ളവർ മറ്റേതെങ്കിലും വഴിയിലൂടെ മുന്നേറുകയാണ് ഉത്തമം. അർജുനന് ഉപദേശിക്കപ്പെട്ടത് ആ വളഞ്ഞ വഴിയല്ലെന്ന് ഓർക്കണം. അദ്ദേഹം പ്രേമയുത ഭഗവത് സേവനത്തിൽ നിരതനാണല്ലോ ഇപ്പോൾ തന്നെ. ആ ഉന്നത നിലയിൽ എത്താവർക്ക് വേണ്ടി ത്യാഗജ്ഞാനം, ധ്യാനം, ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം എന്നിവയുടെ പടിപടിയായുള്ള വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് അതിന്റെ ഊന്നൽ. പരമദിവ്യത്വ പുരുഷനായ കൃഷ്ണന് സ്വയം സമർപ്പിക്കുകയും സന്ദേശം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ അടുത്ത സ്റ്റെപ്പും കൂടി പറയുന്നുണ്ട്. നമുക്ക് കർമ്മഫലത്യാഗം പരിശീലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ ഈശ്വര വിശ്വാസം ഉളവാക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക എന്നാണ് പറയുന്നത്. മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്. ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ജ്ഞാനം വിശിഷ്യത. അങ്ങനെ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ധ്യാനാൻ കർമ്മഫലത്യാഗം. ഭഗവാനിൽ കുറച്ച് വിശ്വാസം വന്നു കഴിഞ്ഞാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? കർമ്മഫലം ത്യാഗം പരിശീലിക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് കർമ്മഫലത്യാഗം പരിശീലിക്കാൻ സാധിക്കില്ല, അല്ലെ? അവർക്ക് കർമ്മഫലത്തിൽ തന്നെ മാത്രമായിരിക്കും വിശ്വാസം ഉണ്ടാവുക. ഇതും ക്രമമായിട്ടുള്ള ഒരു പടിയാണ് എന്ന് പറയും. കർമ്മഫലത്യാഗം പരിശീലിക്കാൻ സാധിക്കാത്തവർക്ക് ജ്ഞാനാർജനത്തിന് ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ഒന്നിലും വിശ്വാസമില്ലാത്തവർക്ക് ജ്ഞാനാർജനത്തിലൂടെ, ഗ്രന്ഥപാരായണത്തിലൂടെ ഈശ്വര വിശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ പിന്നീട് അവർക്ക്
ധ്യാനത്തിൽ ഉറച്ച് പിന്നീട് കർമ്മഫലത്യാഗം ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് മനഃശുദ്ധി ഉണ്ടാവും. അതിനുശേഷം നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. നേരിട്ട് ഭഗവാന്റെ ഭക്തിയിൽ എത്താൻ സാധിക്കുന്നവർക്ക് വളരെ ഭാഗ്യമാണ്. അല്ല, ഇപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഭക്തിയിൽ എത്തുന്നത്. ജ്ഞാനാർജ്ജനം, അതിനുശേഷം ധ്യാനം, അതിനുശേഷം കർമ്മഫലത്യാഗം, അല്ല, ഇതിന്റെയൊക്കെ ശേഷമാണ് ഭക്തിയിലേക്ക് എത്തുന്നത്. അപ്പൊ നേരിട്ട് ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതിന്റെ നേരിട്ട് ഭക്തിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവര് പൂർവ്വജന്മത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പൂർവ്വജന്മത്തിൽ വേദപഠനം, അതേപോലെ ദാനം, യജ്ഞങ്ങള്, തീർത്ഥാടനം, തപസ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ജന്മത്തിൽ പെട്ടെന്ന് തന്നെ ഭക്തി സ്വീകരിക്കാൻ സാധിക്കും. നേരിട്ട് ഭക്തിയോഗം സ്വീകരിക്കുന്നവർക്ക് പൂർവ്വജന്മത്തിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒന്നുകിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഗുരുവിന്റെ കാരുണ്യം കിട്ടിയിട്ടുണ്ടാവും. ഗുരുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ ഭക്തന്റെ കാരുണ്യം കൊണ്ടാണ് നേരിട്ട് ഭക്തിയുത സേവനത്തിലേക്ക് എത്താനും അതിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാനും സാധിക്കുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് ഭക്തിയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. കാരണം മായാശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മായാശക്തി എപ്പോഴും ഭഗവാനെ മറന്ന് പ്രവർത്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. യോഗമായ സമാവൃത, ഭഗവാനൊന്നുമില്ല, ഞാൻ തന്നെ എന്റെ ശക്തി കൊണ്ട് തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ എന്റെ ശക്തി കൊണ്ടാണ് എല്ലാം എനിക്ക് എന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് തെറ്റായിട്ട് വിചാരിക്കും. അതാണ് ഈ ലോകത്തിന്റെ സ്വഭാവം. പക്ഷെ അങ്ങനെയുള്ള ലോകത്തിൽ ഭഗവാനിൽ വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്, അല്ലെ, കലിയുഗത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള സമയത്ത് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ ഭാഗ്യമുണ്ടാവുക, ഭഗവാന്റെ സേവനത്തിൽ വിശ്വാസമുണ്ടാവുക, ഭഗവാന്റെ നാമജപത്തിൽ വിശ്വാസമുണ്ടാവുക, ഭഗവാന്റെ രൂപത്തിൽ വിശ്വാസമുണ്ടാവുക, ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാന്റെ കർമ്മങ്ങളിൽ, ഭഗവാന്റെ ലീലകളിൽ വിശ്വാസം ഉണ്ടാവുക. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ആ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ടാണ് ആ ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. അല്ല, വിശ്വാസം നമ്മൾക്ക് ആരിലും പെട്ടെന്ന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. വിശ്വാസം എങ്ങനെ ഉണ്ടാവുന്നതാണ്? അത് വിശ്വാസം ഭഗവത് സേവനത്തിലൂടെ ക്രമേണ ആർജിക്കുന്നതാണ്. വിശ്വാസം അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഒരു വ്യക്തിയെ പെട്ടെന്നൊരു വിശ്വാസിയാക്കി മാറ്റാൻ സാധിക്കുകയില്ല. ആ വ്യക്തിക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ അനുഭവങ്ങളിലൂടെയാണ്, ഈശ്വര അനുഭവങ്ങളിലൂടെയാണ് വിശ്വാസം ഉറയ്ക്കുന്നത്. ഭക്തി പരേശാനുഭവ വിരക്തി അന്യത്ര സ്യാദ് എന്ന് പറയുന്നുണ്ട്. ആ പരേശാനുഭവം, ഭഗവാന്റെ അനുഭവം ഉണ്ടായാലേ ഭക്തി ഉറക്കുകയുള്ളൂ. അപ്പൊ അതിന് ചിലപ്പോൾ ഒരുപാട് കാലം എടുക്കും. പെട്ടെന്ന് ഭക്തിയിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അവർ ഭഗവാന്റെ സേവനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ഒരുപാട് ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്, വേദപഠനം ഒക്കെ നടത്തിയിട്ടുണ്ട്, ശാസ്ത്ര പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്, തപസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതേപോലെ യജ്ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ, ഉന്നതനായിട്ടുള്ള ഒരു ഗുരുവിന്റെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്, ഒരു വൈഷ്ണവന്റെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നേരിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതിന് ചരിതാമൃതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഗുരു കൃഷ്ണ കൃപായെ ഭക്തിലതാപേജ്, ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ടാണ് ഈ ഭക്തിലത ഇവിടെ വിത്ത് നമ്മൾക്ക് ലഭിക്കുന്നത്. അത് നേരിട്ട് സ്വീകരിക്കാൻ സാധിച്ചവർ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഭഗവാൻ ആദ്യം പറഞ്ഞ ഭക്തി സേവനം ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർക്ക് എന്ത് വേണം? ഭഗവാനിൽ വിശ്വാസം ഉറക്കാത്തവർക്ക് എന്ത് വേണം? ക്രമേണ പടിപടിയായിട്ട് ഇങ്ങനെ ജ്ഞാനാർജ്ജനത്തിലൂടെയും അല്ലെങ്കിൽ കർമ്മഫലത്യാഗത്തിലൂടെയും ഒക്കെ ക്രമേണ പടിപടിയായിട്ട് ഉയർന്നു വരണം. അതിനുശേഷമാണ് അവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം ഉണ്ടായാലേ ഭജനക്രിയ തുടങ്ങും, ഭഗവാന്റെ നാമജപം തുടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം വലിയൊരു ഫാക്ടറാണ്, അല്ലേ? വിശ്വാസത്തിലൂടെ മാത്രമേ ഭഗവാനെ നമ്മൾക്ക് ആദ്യപടിയിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. പിന്നീടാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഭക്തിയുത സേവനങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഭഗവാൻ പറയുന്നത് എങ്ങനെയുള്ള ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാർ ആരൊക്കെയാണ്, എങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ തുടങ്ങുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. അത് ശിവരാമ കർമ്മഫലങ്ങളെ ത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ ഗുരുജി? കർമ്മഫലങ്ങളെ ത്യജിക്കണം, അത് എന്താണത്? കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കുകയും വേണം, അതെന്താണ് കാര്യം? യെസ്, കർമ്മഫലങ്ങളെ ത്യജിക്കുക എന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഏതെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മഫലം ലഭിക്കും. അത് ഭക്തിയിൽ ഏർപ്പെടാത്തവരോടാണ് പറയുന്നത്. ഭക്തിയിൽ ഏർപ്പെടുന്നവർക്ക് അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതിലൊന്നും വിശ്വാസമില്ലാത്തവർക്ക് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ക്രമേണ ഉയർന്നു വരാം എന്നാണ് പറയുന്നത്. അത് സാധാരണ ആളുകൾ ചെയ്യാറുണ്ട്. അന്നദാനം നടത്തുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ആശുപത്രികളൊക്കെ നിർമ്മിക്കുന്നു. ഇതൊക്കെ പുണ്യപ്രവൃത്തികളാണ്. അങ്ങനെ അനേക ജന്മം പുണ്യപ്രവൃത്തികൾ ചെയ്താലാണ് ഒരു വ്യക്തിക്ക് ഭക്തിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നത്. അതാണ് കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിലേക്ക് പറയുന്നത് അല്ലെ, നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കണം എന്ന് പറയുന്നത് അല്ലെ? അതെ, പുണ്യപ്രവൃത്തികൾ ചെയ്യാനാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മൾ ഭക്തിയിലേക്ക് ഇനിയും കുറെ കൂടി ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ്? യെസ്, അതാണ് ഭഗവാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്. ഭക്തിയിൽ വരാൻ വേണ്ടി നമ്മൾ ഭക്തിയുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത് അല്ല. ഭക്തിയിൽ നമ്മൾ ചില നിയമങ്ങൾ അനുസരിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഭഗവാന്റെ നാമം ജപിക്കണം, ഇത്ര മാല ജപിക്കണം എന്നുള്ളൊരു സങ്കല്പം എടുക്കുക. അങ്ങനെ ദിവസവും 4 മാല അല്ലെങ്കിൽ 8 മാല അല്ലെങ്കിൽ 16 മാല ദിവസവും ജപിക്കുക. അതേപോലെ രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാന്റെ മംഗളാരതി ചെയ്യുക, ഭഗവാന് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക, ഭഗവാന്റെ നിവേദ്യം മാത്രം കഴിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള നിയമം ഒക്കെ അനുസരിച്ച് ഭക്തി ചെയ്യുന്നതാണ് ഭക്തിയിൽ പുരോഗതി നേടാനുള്ള മാർഗം. നിയമം അനുസരിക്കാതെ നമുക്ക് പുരോഗതി നേടാൻ സാധിക്കില്ല. അതുപോലെ യമനിയമങ്ങൾ അനുസരിക്കുക. യമനിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യമാംസങ്ങൾ കഴിക്കുകയില്ല, അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല, ചൂതാട്ടം, പണം വെച്ച് ചൂതാട്ടം നടത്തുന്നില്ല, അതേപോലെ അവിഹിത ബന്ധങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഈ നിയമങ്ങൾ അനുസരിച്ച് ഭക്തി സേവനം ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഭക്തി മാർഗത്തിൽ പുരോഗതി ഉണ്ടാവും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇല്ല, നമുക്കിപ്പോ ഈ കർമ്മ ഇത് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ഭഗവാനിൽ സമർപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കത് കർമ്മവും ഇല്ല, പുണ്യവും ഇല്ല, പാപവും ഇല്ല എന്നങ്ങനെ ഇസ്കാനിൽ തന്നെയാണ് അത് കേട്ട്. നമുക്കിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടെങ്കിൽ നമ്മളത് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് കൊടുക്കുന്ന മാതിരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഭഗവാനില് ഇല്ല, അങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ് ഇപ്പൊ ഞാനിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും, ഞാൻ ഇപ്പൊ ആരെങ്കിലും ഭിക്ഷക്കാർ വരികയാണെങ്കിലും ഒരു പൈസ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും അത് ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് അവർക്ക് കൊടുക്കും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് തെറ്റോ ശരിയോന്ന് അറിയില്ല, ഞാൻ കേട്ടത്. നമ്മൾ ദാനം ചെയ്യുന്നത് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ അത് പഠിക്കും. നമ്മൾ എന്തെങ്കിലും ഊഹം ചെയ്തത് കൊണ്ട് കാര്യമില്ല, ശാസ്ത്രത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ദാനം 3 തരത്തിലാണുള്ളത് എന്ന് ഭഗവാൻ പറയുന്നത്. സത്വഗുണത്തിലുള്ള ദാനം, രജോ ഗുണത്തിലുള്ള ദാനം, അതേപോലെ തമോ ഗുണത്തിലുള്ള ദാനം. അതാണ് ദാനത്തിന്റെ കാറ്റഗറി. ഭഗവാന് എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തത് കൊണ്ട് കാര്യമില്ല.
അവർ ചിലപ്പോൾ അത് കള്ളു കുടിക്കാൻ ഉപയോഗിക്കും. അതെങ്ങനെയാണ് ഭഗവാന്റെ സേവനമാകുന്നത്? അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും, മത്സ്യം വാങ്ങാൻ ഉപയോഗിക്കും. അതെങ്ങനെയാണ് ഭഗവാന്റെ സേവനമാകുന്നത്? അതൊരിക്കലും ഭഗവാന്റെ സേവനമാകുന്നില്ല. നമ്മൾ ബ്ലൈൻഡായിട്ട് കണ്ണടച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അത് ഭഗവാന്റെ സേവനമാകുന്നില്ല. ഭഗവാന്റെ സേവനം വളരെ വ്യക്തമാണ്. എന്താണ് ഭഗവാന്റെ സേവനം? അല്ലെ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, പാദസേവനം. ഇങ്ങനെ 9 വിധത്തിലാണ് ഭഗവാന്റെ സേവനമുള്ളത്. അതിലൊന്നും പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സങ്കല്പം മാത്രമാണ്. ഭഗവാന്റെ സേവനമായിത്തീരും എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. അതൊരിക്കലും അങ്ങനെ ആയിത്തീരുന്നില്ല. അത് ഒന്നുകിൽ തമോ ഗുണത്തിലുള്ള പ്രവൃത്തിയായിരിക്കും. തമോ ഗുണത്തിലുള്ള ഒരാൾക്കാണ് കൊടുത്തതെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അത് തമോ ഗുണത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ലഹരി വാങ്ങി കഴിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ അവീതമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനു വേണ്ടെങ്കിലും ഉപയോഗിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ തമോ ഗുണത്തിലുള്ള ഗുരുജി, അല്ല, നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ തമോ ഗുണത്തിലാണോ സത്വ ഗുണത്തിലാണോ എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയും? അതിന്റെ സ്വഭാവങ്ങൾ വിവരിക്കുന്നുണ്ടല്ലോ. ഒരാൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ തമോ ഗുണത്തിലുള്ള വ്യക്തിയാണ്, നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒരാൾ ശുചിത്വമില്ലാതെ വൃത്തിഹീനമായിട്ടുള്ള ഹരേ കൃഷ്ണ പ്രഭു, ഒന്നും കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എനിക്കറിയുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അല്ലെ, അറിയുകയില്ല എന്ന് പറയാനാണെങ്കിൽ മനുഷ്യജന്മത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അറിയുകയില്ല, അറിയാതെ ജീവിക്കാൻ ഒരുപാട് മറ്റ് ശരീരങ്ങളുണ്ട്. ഭഗവാൻ പറയുന്നു, കർമ്മണോഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണച്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. അറിഞ്ഞിരിക്കണം എന്ന് ഭഗവാൻ നിർബന്ധമായി പറയും. നിങ്ങൾ കർമ്മം എന്താണെന്ന് അറിയണം, അകർമ്മം എന്താണെന്ന് അറിയണം, വികർമ്മം എന്താണെന്ന് അറിയണം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യജന്മം? അറിയുകയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് മനുഷ്യജന്മത്തിന് ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾക്ക് മറ്റു ശരീരങ്ങളൊക്കെ കിട്ടും. അത് മതിയെങ്കിൽ നമ്മൾക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ ജീവിക്കാം, സന്തോഷമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് ജീവിക്കാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് തമോ ഗുണം, തമോ ഗുണത്തിലുള്ള ആളുകൾ എങ്ങനെയാണ്, രജോ ഗുണത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സാത്വികമായിട്ടുള്ള ഗുണത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഭഗവത് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമ്മളുടെ വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. അറിയില്ലെങ്കിൽ നമ്മൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി ഒന്നും എനിക്ക് അറിയണ്ട എന്നുള്ളതാണെങ്കിൽ പിന്നെ മനുഷ്യജന്മത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് താഴ്ന്ന ജന്മത്തിലേക്ക് പോകാം. ഭഗവാനും അങ്ങനെ തന്നെ ചെയ്യും. എനിക്കറിയില്ല, ഓക്കെ. അറിയാതിരിക്കാനാണെങ്കിൽ അങ്ങനെ അജ്ഞാനത്തിലിരിക്കാം. അജ്ഞാനത്തിൽ ഇരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അറിയാനുള്ള ചാൻസ് ആണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും താഴോട്ട് പോകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ജഗന്യ ഗുണവൃത്തിത്വോ അതോ ഗച്ഛന്തി താമസ. അജ്ഞാനത്തിൽ തന്നെ ഇരിക്കാൻ ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതോ ഗച്ഛന്തി, താഴോട്ടാണ് പോകുന്നത് എന്ന് പറയും. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ ഇത്രയും പ്രയാസപ്പെട്ട് അവര് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അവർ താഴോട്ട് പോകും. അറിയാനുള്ള താല്പര്യമില്ലെങ്കിലും താഴോട്ട് പോകും. അറിയില്ല എന്ന് പറയുന്നത് എന്തല്ല, ഒരു എക്സ്ക്യൂസ് അല്ല. അല്ലെ, നമ്മള് വണ്ടി ഓടിച്ച് നടക്കാണ് റോഡും കൂടെ, എന്നിട്ട് നമ്മൾ സിഗ്നലൊക്കെ തെറ്റിച്ച് പോയി, എന്നിട്ട് കോടതിയിൽ പോയിട്ട് പറയാണ് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോടതി പറയും നിങ്ങൾ അറിയണം, റോഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈൻ അടയ്ക്കണം എന്ന് പറയും. ഫൈൻ അടച്ചത് തരും. അപ്പൊ അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു സംശയം ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ.
ഇപ്പൊ ഭഗവാനിലേക്ക് നമ്മൾ ചെല്ലാൻ വേണ്ടി പല പല ഭക്തിയിലേക്ക് ചെല്ലാൻ പല പല മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളെന്ന് പറയാൻ നമ്മള് ഈ ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മള് അത് ഏത് ഇതിലേക്ക് ഞങ്ങൾ ഭക്തിയോഗത്തിലാണ് എന്തിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നതെന്ന് ഭഗവാൻ പറയാൻ പറ്റുമോ? യെസ്, നമ്മൾക്കെല്ലാവർക്കും വിശ്വാസമുണ്ടല്ലോ, ഭഗവാന്റെ ഭക്തി സേവനത്തിൽ വിശ്വാസമുണ്ടല്ലോ. ഉണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നിയമപ്രകാരമുള്ള ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഭഗവാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് സാധനാഭക്തി എന്ന് പറയും. സാധനാഭക്തി. നമ്മൾക്ക് ഇപ്പൊ ഭഗവാനോട് പ്രേമഭക്തി ഒന്നുമില്ല അല്ലെ? നമ്മൾ സദാസമയം ഭഗവാനെ ചിന്തിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്ന ആളുകളൊന്നുമല്ല. നമ്മൾ സാധാരണ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സാധനാഭക്തി ചെയ്യാം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഭക്തിയോഗത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കാം. അപ്പൊ ആ നിയമങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യമ നിയമങ്ങളൊക്കെ പാലിക്കണം. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ ചൂതാട്ടം, പണം വെച്ചിട്ടുള്ള കളികൾ പാടില്ല, അവീതമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പാടില്ല. പിന്നെ ഭഗവാന്റെ നാമജപം ചെയ്യണം, ഭഗവാൻ ആരാധനകളൊക്കെ ചെയ്യണം. അതാണ് നിയമപ്രകാരമുള്ള ഭക്തി എന്ന് പറയുന്നത്. സാധനാഭക്തി എന്ന് പറയും. നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടോളും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ക്രമേണ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധനാഭക്തിയാണ് നമ്മുടെയൊക്കെ നിലവാരം. നമ്മൾ ശുദ്ധഭക്തന്മാരല്ല, നമ്മൾ സാധനാഭക്തന്മാരാണ്. അതുകൊണ്ട് സാധന ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് തന്നെ പോകും. ഹരേ കൃഷ്ണ പ്രഭുജി. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. കുറെ നാളുകൊണ്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന. ഇപ്പൊ